നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ ഒരു 30 days അല്ലെങ്കിൽ ഒരു 60 days എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു ടാസ്ക് ചെയ്യാന്ന് വിചാരിച്ചോ. ഇപ്പൊ എന്തോ ആവാട്ടോ, ജിം ആവാം, അല്ലെങ്കിൽ പ്രോപ്പർ ഡയറ്റ് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ നീ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതാവാം, അല്ലെങ്കിൽ ഇത്ര ദിവസം പഠിക്കുന്നുള്ള ഒരു ചാലഞ്ച് ആവാം. വാട്ട് എവർ ഇറ്റ് നമ്മളൊരു ടാസ്ക് പ്രോപ്പർ ആയിട്ട് പോണതിന്റെ ഇടയിൽ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും 1-2 ദിവസം മിസ്സാക്കി, ഇടയിൽ മിസ്സായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നില്ലേ? അയ്യോ ഞാൻ ഇത് പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ ഒരു രീതിയിൽ. സി, ഞാനൊരു കാര്യം പറയാം, എനിക്കും ഭയങ്കര റിഗ്രറ്റ് വരലുണ്ടായിരുന്നു. ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദിസ് തിങ് ദാറ്റ് നമ്മൾ ഇടയിൽ മിസ്സാക്കണേലല്ല പ്രശ്നം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിസ്സാക്കുകയാണെങ്കിലാണ് പ്രശ്നം. അതായത് ഇപ്പൊ ഒരു അതായത് ഒരു ആഴ്ച എടുത്തോ, 7 days നിങ്ങൾ ഒരു ദിവസം മിസ്സാക്കി, അത് കുഴപ്പമില്ല, അതൊരു എററാണ്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം മിസ്സാക്കുകയാണെങ്കിലാണ് അതൊരു ഹാബിറ്റ് ആയിട്ട് ബിൽഡ് ആവുക. അങ്ങനെ ഹാബിറ്റ് ആയിട്ട് ബിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയിൽ അത് മിസ്സാക്കാൻ ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഗോളിൽ എത്താതിരിക്കുക. അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണം വന്ന ഒരു റോൾ ഇപ്പൊ 7 days ഒരു വീക്കിനകത്ത് ഒരു ഡേ മിസ്സാക്കിയെന്നുകൊണ്ടൊന്നും ഓവർ തിങ്ക് ചെയ്ത് അതിന് റിഗ്രറ്റ് അടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം മിസ്സാക്കാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ബിക്കോസ് വെൻ യു മിസ് ട്വൈസ് ഇൻ എ വീക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റോ എന്ന് പറഞ്ഞാൽ ഒന്നിനെ വീക്ക് ആവാം, അല്ലെങ്കിൽ ചില 10 days ആവാം, നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3 പ്രാവശ്യം മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയോ, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിനുള്ളിൽ ഒരു ഹാബിറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യും. കാരണം നമ്മുടെ മൈൻഡിനെ സംബന്ധിച്ചോളം നമ്മൾ എവിടെ എത്തണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നു, ഇതൊന്നും അല്ലാതെ കേൾക്കുന്നത് നമ്മൾ റിപ്പീറ്റഡ്ലി എന്താണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എനിക്കിവിടെ എത്തണം എന്നുണ്ട്, ഞാൻ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് ആണോ എവരിഡേ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണോ പോകുന്നത്, അതായത് എന്താണ് ഈ റിപ്പീറ്റ് ചെയ്യുന്നത്, ഞാൻ അവിടെ എത്തണം എന്നുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുവാണോ, അല്ലെങ്കിൽ ആ ഒരു അതിലോട്ട് എത്തേണ്ട കാര്യങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ റിപ്പീറ്റഡ്ലി ചെയ്യുന്നുണ്ടോ, ആ ഒരു ആക്ഷൻസ് എടുക്കുന്നുണ്ടോ, രാവിലെ എണീക്കുന്നുണ്ടോ, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ, ഷൂട്ട് ചെയ്യുന്നുണ്ടോ, എഡിറ്റ് ചെയ്യുന്നുണ്ടോ, അപ്ലോഡ് ചെയ്യുന്നുണ്ടോ. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഒരു ഇൻസ്റ്റാഗ്രാമിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആണ്, ഒരു 1 million ആവണം, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എത്ര വലിയ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാലും ആ ആഗ്രഹം നടക്കും. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. പക്ഷെ അത് നടക്കുന്നത് വരെയും ഇത് ആഗ്രഹിച്ചിരിക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ആക്ഷൻസ് എവറി ഡേ ഞാൻ 4 ദിവസം വീഡിയോ ഇട്ടു, പിന്നെ 5-ാമത്തെ ദിവസം വീഡിയോ ഇട്ടില്ല, പിന്നെ 10 ദിവസം ഇട്ടു, പിന്നെ ഒരു 5 ദിവസം അവിടെ ആളിനെ കാണാനില്ല, ഇത് നമ്മുടെ ബ്രെയിൻ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യില്ല. അതേസമയം നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചോളം അത് കാണുവാണ്, അത് ഫീൽ ചെയ്യുവാണ്, എവറി ഡേ എടുക്കുവാണ്, സ്ക്രിപ്റ്റ് ചെയ്യുക, എവറി ഡേ ലേൺ ചെയ്യുവാണ്, ഷൂട്ട് ചെയ്യുവാണ്, എഡിറ്റ് ചെയ്യുകയാണ്, അപ്ലോഡ് ചെയ്യുവാണ്. നോ മാറ്റർ വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് മീ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ ലോകം തിരിഞ്ഞു വീണാലും ഐ എം റെക്കോർഡിംഗ് മൈ വീഡിയോ, ഐ എം അപ്ലോഡിംഗ് ഇറ്റ് വിത്തൗട്ട് എനി എക്സ്ക്യൂസസ്. ഒരു 100,000 എക്സ്ക്യൂസ് ഉണ്ട്, ഇടാതിരിക്കാനുള്ള 100,000 എക്സ്ക്യൂസസ് ഉണ്ടെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അത് മാനേജ് ചെയ്തൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, ആ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസി, അതിനെയാണ് ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുക. അതിന് റിവാർഡാണ് അവിടെ തരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇടയിൽ മിസ്സാക്കുമ്പോൾ ഭയങ്കര അയ്യോ തോന്നലുണ്ടാവും. പക്ഷെ ഞാൻ അതാ പറഞ്ഞേ, നമ്മളുടെ ഒരു റോനകത്ത്, അതായത് വീക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനിടയിൽ ഒരു പ്രാവശ്യം മിസ്സാക്കിയാൽ ഇറ്റ്സ് ഓക്കെ, അത് അങ്ങനെയല്ല. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2-ാമത്തെ പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം മിസ്സാക്കുമ്പോൾ ഒരു ഹാബിറ്റ് ബിൽഡ് ആവും. അങ്ങനെ ഹാബിറ്റ് ബിൽഡ് ആയിട്ട് നമ്മളത് ബിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ സ്റ്റാർട്ടിങ് ഓഫ് എ ബാഡ് ഹാബിറ്റ്. അപ്പൊ അത് ബിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ നമുക്ക് തോന്നും, ഇതിപ്പോ ഓൾറെഡി അന്ന് ചെയ്തല്ലേ, മിസ്സാക്കിയല്ലേ, കുഴപ്പമില്ല, ഇന്ന് 2 ദിവസം മിസ്സാക്കിയപ്പോ എന്താ, ആ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസിക്ക് ഒരു ബ്രേക്ക് വരും. അപ്പൊ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും, യു ആർ നോട്ട് ഡിസേർവബിൾ. നീ ഇടയിൽ ഇങ്ങനെ നിന്റെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് എക്സ്ക്യൂസ് പറഞ്ഞ് പോവാണ്, മിസ്സാക്കുവാണ്. ഹൗ ഷുഡ് യു റീച്ച് 100K, അല്ലെങ്കിൽ എങ്ങനെ നീ പറഞ്ഞ ആ ഒരു ലെവൽ ഓഫ് അച്ചീവ്മെന്റിലോട്ട് നീ എത്തും? ബിക്കോസ് യു ആർ നോട്ട് ഡിസേർവബിൾ ഫോർ ദാറ്റ്. കാരണം നിന്നെ സംബന്ധിച്ചോളം നിന്റെ ഗോളിനെക്കാളും വലുത് നിന്റെ എക്സ്ക്യൂസസ് ആണ്. അതുകൊണ്ടാണല്ലോ നീ ഓരോ കാര്യങ്ങളും മിസ്സാക്കുന്നത്. ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ എക്സാമ്പിൾ വെച്ച് പറഞ്ഞേ ഉള്ളൂ. എന്തായിക്കോട്ടെ, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണ്, പക്ഷെ ഒരു ദിവസം പഠിച്ചില്ല, കുഴപ്പമില്ല, നാളെയും കൂടി അല്ല, മറ്റേ നമ്മൾ തിങ്കളാഴ്ച കൂടി പഠിക്കാം. സോ യുവർ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി സെയിങ് ടു യുവർ സെൽഫ് ദാറ്റ് നിങ്ങൾ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ യു ആർ നോട്ട് ഡിസേർവബിൾ. ബിക്കോസ് നിങ്ങളവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ ലെവലിൽ കുത്തിയിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ദേ ആർ ഡിസേർവബിൾ. നമ്മുടെ മൈൻഡിനുള്ളിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു തോട്ട് വരും. അതേസമയം ഒരു ദിവസം പോയി ഓക്കെ, നാളെങ്കിൽ നാളെ ഉച്ചയ്ക്ക് തുടങ്ങുക, അല്ലാണ്ട് നാളെ രാവിലെയാണ് ഒരു വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം റിപ്പീറ്റഡ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിനു വേണ്ടി ആക്ഷൻസ് എത്രത്തോളം റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്പീഡിൽ നിങ്ങൾ നിങ്ങളുടെ ഗോളിലോട്ട് റീച്ച് ആവുക തന്നെ ചെയ്യും. സോ യാ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.